സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ശ്രീകൃഷ്ണ ജയന്തി ദിനാശംസകൾ. മനസ്സ് നിറയെ വാത്സല്യത്തിൻ്റെ പാൽപ്പായസം നിറഞ്ഞു തുളുമ്പുന്ന നമ്മുടെ ഗുരുവായൂർ അമ്പാടിക്കണ്ണൻ്റെ മറ്റൊരു പിറന്നാൾ കൂടി വന്നണയുകയായി. അഷ്ടമിരോഹിണി പ്രമാണിച്ച് സ്പെഷ്യൽ വിഭവങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കണ്ണന് പ്രിയപ്പെട്ട അവിൽ വിളയിച്ചത്, പാൽപ്പായസം, അപ്പം, മുറുക്ക്, ചീട, ചെറുപയർ ലഡ്ഡു, തട്ടെ, മുള്ളുമുറുക്ക് തുടങ്ങിയ പലഹാരങ്ങളാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യം തന്നെ നമ്മൾക്ക് കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട പാൽപ്പായസം തയ്യാറാക്കാം. വളരെ സിമ്പിളായി കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഒരു കുക്കറിൽ 1/2 ലിറ്റർ പാലും 1/4 കപ്പ് കഴുകി വൃത്തിയാക്കിയ പച്ചരിയും ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കുക. അതിനുശേഷം സിമ്മിൽ അരമണിക്കൂർ വയ്ക്കുക. ഇതിൽ ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ പഞ്ചസാര ആദ്യം ചേർത്താൽ അരി നല്ലപോലെ വെന്ത് വരില്ല. അതുകൊണ്ട് നമ്മൾ അരി വേവിച്ചതിന് ശേഷമാണ് പഞ്ചസാര ചേർക്കുന്നത്. അരമണിക്കൂറിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കുക. കുക്കർ തണുത്തതിന് ശേഷം തുറന്ന് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുക. 1/4 തൊട്ട് 1/2 കപ്പ് വരെ ചേർക്കാം. 1/4 കപ്പ് ചേർത്താൽ തന്നെ പാകത്തിന് മധുരമുണ്ടാവും. പാൽപ്പായസത്തിൽ നട്ട്സ്, കിസ്മിസ് എന്നിവയൊന്നും ചേർക്കുന്നില്ല. 1 സ്പൂൺ വെണ്ണ വാങ്ങി വെച്ച ശേഷം ചേർത്ത് കൊടുക്കാം. നല്ല കുറുകിയ തൂവെള്ള പാൽപ്പായസം നിറഞ്ഞ ഭക്തിയോടെ കണ്ണന് സമർപ്പിക്കുന്നു. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയർ ലഡ്ഡുവാണ്. നല്ല പ്രോട്ടീൻ റിച്ചായ ഈ ലഡ്ഡു ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന് 1/2 കപ്പ് ചെറുപയറാണ് വേണ്ടത്. മുഴുവനോടെയുള്ള ചെറുപയർ എടുക്കുക. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ ചെറുപയർ എണ്ണയൊന്നും ചേർക്കാതെ വെറും പാനിൽ നല്ല മണം വരുന്നത് വരെ വറുക്കുക. സിമ്മിൽ വേണം വറുത്തെടുക്കേണ്ടത്. വറുത്ത ചെറുപയർ ഒരു പ്ലേറ്റിലേക്ക് തണുക്കാൻ വയ്ക്കുക. ഇനി വേണ്ടത് 1/2 കപ്പ് ഓർഗാനിക് ഷുഗറും 1 ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതും 3 ടേബിൾ സ്പൂൺ നെയ്യുമാണ് വേണ്ടത്. ഓർഗാനിക് ഷുഗറിന് പകരം പഞ്ചസാര ചേർക്കാവുന്നതാണ്. അതുപോലെ ഓർഗാനിക് ഷുഗറിന് പകരം ശർക്കര പൊടിച്ചത് ചേർക്കാവുന്നതാണ്. മിക്സി ജാറിൽ ആദ്യം വറുത്ത ചെറുപയർ പൊടിക്കുക. അതിനുശേഷം ഓർഗാനിക് ഷുഗറും ഏലക്കയും ചേർത്ത് പൊടിക്കുക. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഉരുക്കിയെടുക്കുക. പൊടിച്ച മിശ്രിതം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച നെയ്യ് ചേർത്ത് സ്പൂൺ കൊണ്ട് ആദ്യം യോജിപ്പിക്കുക. നെയ്യിന് നല്ല ചൂടുള്ളത് കൊണ്ട് കൈകൊണ്ട് കുഴയ്ക്കരുത്. ഒന്ന് ആറിയതിന് ശേഷം കൈകൊണ്ട് യോജിപ്പിക്കാം. ഇനി ഇതിൽ നിന്നും ചെറിയ ഉരുളകൾ ഉരുട്ടിയെടുക്കുക. ഇനി നെയ്യ് അധികം യൂസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇത് വേറൊരു രീതിയിലും തയ്യാറാക്കാം. ആദ്യം വറുത്ത ചെറുപയർ പൊടിക്കുക. പൊടിച്ച ചെറുപയറിലേക്ക് 1/2 കപ്പ് ശർക്കരയും 1/2 കപ്പ് തേങ്ങയും 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കയും ചേർത്ത് പൊടിക്കുക. പൊടിച്ച മിശ്രിതം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് നെയ്യ് മാത്രം ചേർത്താൽ മതി. 1 സ്പൂൺ ചേർത്താൽ മതി. എല്ലാം നന്നായി യോജിപ്പിക്കുക. ഇനി ഉരുളകൾ ഉരുട്ടിയെടുക്കാം. നല്ല ഹെൽത്തി ചെറുപയർ ലഡ്ഡു തയ്യാർ. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് അവിൽ വിളയിച്ചതാണ്. അവിൽ നനച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ പ്രിയപ്പെട്ട വിഭവമാണല്ലോ അവിൽ. കുചേലൻ കൃഷ്ണനെ കാണാൻ പോയപ്പോൾ കൊണ്ടുപോയത് അവിലാണ്. അത് വളരെ സ്വാദോടെ ഭഗവാൻ കഴിച്ച കഥ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. നമ്മൾക്കും അവിൽ നിവേദ്യം ഭഗവാന് സമർപ്പിക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നെയ്യ് ചേർക്കുക. ചൂടായ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് സിമ്മിൽ വറുത്തെടുക്കുക. സിമ്മിൽ വറുക്കുമ്പോഴാണ് അണ്ടിപ്പരിപ്പിന് ക്രിസ്പിനെസ് ഉണ്ടാവുക. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അതേ നെയ്യിൽ 1/2 കപ്പിൻ്റെ 4 കപ്പ്, അതായത് 2 കപ്പ് ചുവന്ന അവിൽ ചേർത്ത് സിമ്മിൽ വറുക്കുക. അവിൽ നല്ല ക്രിസ്പി ആകുമ്പോൾ കോരി മാറ്റുക.
ഇനി 1 സ്പൂൺ പൊരികടല കൂടി ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കാം. ഇനി നമ്മൾക്ക് ശർക്കര ഉരുക്കാം. ഒരു പാനിൽ 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് ശർക്കര പൊടിച്ചതും ചേർത്ത് ഉരുക്കുക. ശർക്കര അലിഞ്ഞാൽ ഇത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ശർക്കര തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് അളവിലാണ് എല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് 2 1/2 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ വെല്ലപ്പാവിൽ കിടന്ന് ഒന്ന് കുറുകിക്കഴിഞ്ഞാൽ 1 സ്പൂൺ ഏലക്കപ്പൊടിയും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, അവിൽ, പൊരികടല എന്നിവ ചേർത്ത് യോജിപ്പിക്കുക. വെള്ളമെല്ലാം വറ്റിയാൽ വാങ്ങി ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ അവിൽ നനച്ചത് ഭക്തിയോടെ ഭഗവാന് സമർപ്പിക്കാം. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് കൈമുറുക്കാണ്. ഇതിന് 1 കപ്പ് പച്ചരി നല്ലപോലെ കഴുകി വെള്ളമൊഴിച്ച് 1 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. ഗ്യാസ് കത്തിച്ച് ഒരു പാനിൽ 1/4 കപ്പ് ഉഴുന്ന് കളർ മാറാതെ വറുത്തെടുക്കുക. വറുത്ത ഉഴുന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലിട്ട് പൊടിക്കുക. ഇനി ഇത് നല്ലപോലെ ചലിച്ചെടുക്കുക. ചലിക്കാതെ ഉപയോഗിച്ചാൽ എണ്ണയിലിട്ടാൽ ഏത് പലഹാരവും പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് എല്ലാ മാവും ചലിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് പണ്ട് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. മുറുക്കെല്ലാം പൊട്ടിത്തെറിച്ച് എണ്ണ 4 പാടും തെറിച്ച് ആകെ പേടിച്ചുപോയി. അതുകൊണ്ട് ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കുതിർക്കാൻ വെച്ച അരി ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുതിർക്കാൻ വെച്ച പച്ചരി വെള്ളമില്ലാതെ ഒരു തുണിയിലേക്ക് പരത്തിയിടുക. ഇനി ഇത് 2 മണിക്കൂർ ഫാനിൻ്റെ കാറ്റിൽ ഉണക്കണം. അരി കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ലേശം ഒട്ടിപ്പിടിക്കണം. ഈ സ്റ്റേജിൽ ഒരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത അരിമാവ് നല്ലപോലെ ചലിക്കണം. ചലിച്ചെടുത്ത അരിമാവ് 1 കപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുക. 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എള്ള് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ളോ വെളുത്ത എള്ളോ ചേർക്കാവുന്നതാണ്. അതുപോലെ എള്ളിന് പകരം ജീരകം ചേർത്താലും മതി. 1 സ്പൂൺ വെണ്ണ ഉരുക്കിയതും ചേർത്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് 1 സ്പൂൺ ഉഴുന്നുമാവ് ചേർത്ത് കൊടുക്കുക. ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കുക. ഇനി കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി മാവിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഇങ്ങനെ ചുറ്റിക്കുക. അത്ര എക്സ്പേർട്ടൊന്നുമല്ല ഞാൻ, എങ്കിലും ട്രൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ചുറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സേവനാഴിയിൽ മുറുക്കിൻ്റെ ചില്ലിട്ട് മുറുക്ക് പിഴിയാം. നമ്മൾ തുണിയിൽ മുറുക്ക് ചുറ്റുന്നത് കൊണ്ട് അധികമുള്ള വെള്ളമയം തുണി വലിച്ചെടുത്തുകൊള്ളും. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ എല്ലാ പലഹാരവും ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവുകൾ കൂട്ടുക. ഇനി നമ്മൾക്ക് മുറുക്ക് വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ മുറുക്ക് പൊരിക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒരുവിധം ചൂടായാൽ മുറുക്കുകൾ ഓരോന്നായി മെല്ലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്യാസ് സിമ്മിനും മീഡിയത്തിനും ഇടയിൽ വെച്ച് സാവകാശം പൊരിച്ചെടുക്കുക. 2 സൈഡും മൂത്ത് വന്നാൽ മുറുക്കുകൾ കോരി മാറ്റാം. മുറുക്ക് ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. എണ്ണ അമിതമായി ചൂടായാൽ മുറുക്ക് ഇട്ടതും പുറം കരിയുകയും ഉള്ള് വേവുകയുമില്ല. അതുപോലെ ഗ്യാസ് സിമ്മിൽ വെച്ച് കുറച്ച് സമയമെടുത്ത് വേണം പൊരിക്കുവാൻ. അതുപോലെ നമ്മൾ വറക്കുന്ന ഉഴുന്ന് കൂടുതൽ മൂത്തുപോയാൽ മുറുക്ക് ബ്രൗൺ കളറായിട്ടായിരിക്കും കിട്ടുക. നല്ല വെളുത്ത മുറുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്ന് കളർ മാറാതെ വറുക്കണം. ഉഴുന്ന് ലേശം കൂടുതൽ മൂത്തത് കൊണ്ടാണ് ബ്രൗൺ കളറായത്. പക്ഷേ കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ക്രിസ്പിയായി അകവും പുറവും നല്ല പോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുറുക്കും തയ്യാറായി. ഇനി അടുത്തതായി നമ്മൾക്ക് ചീടയ്ക്കും മുള്ളുമുറുക്കിനും
തട്ടയ്ക്കും ആവശ്യമായ മാവെല്ലാം വറുത്ത് ചലിച്ചു വയ്ക്കാം. ആദ്യം നമ്മൾക്ക് 1 കിലോ വറുത്ത ഇടിയപ്പം, പത്തിരി എന്നിവ ഉണ്ടാക്കുന്ന മാവ് വറുത്തതാണെങ്കിലും ഒന്നുകൂടി വറുത്തെടുക്കാം. സിമ്മിൽ വേണം വറുത്തെടുക്കാൻ. മിക്സി ജാറിൽ കുറച്ച് പൊരികടല എടുത്ത് അതും പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത പൊരികടല മാവ് ചലിച്ച് മാറ്റി വയ്ക്കാം. അതുപോലെ വറുത്ത അരിപ്പൊടിയും ചലിച്ചു വയ്ക്കുക. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ഉപ്പുചീരയാണ്. നമ്മൾ വറുത്ത് ചലിച്ചു വെച്ച മാവാണെങ്കിലും ഒരിക്കൽ കൂടി ചലിച്ചെടുക്കാം. ഇതിന് ഒരു ചല്ലടിയിൽ 1 കപ്പ് അരിമാവും 1 സ്പൂൺ ഉഴുന്നുമാവും 3/4 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് ചലിക്കുക. ചലിച്ച മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. കൂടെ 1 സ്പൂൺ വെണ്ണ ഉരുക്കിയത് കൂടി ചേർക്കുക. ആദ്യം എല്ലാം 1 സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നല്ല സോഫ്റ്റായി കുഴയ്ക്കുക. കുഴച്ച മാവിൽ നിന്നും ഒരു ഉരുള എടുത്ത് അധികം ബലം പ്രയോഗിക്കാതെ ഉരുട്ടി ഒരു തുണിയിലേക്ക് ഇടുക. മാവിലുള്ള അധികമുള്ള വെള്ളം തുണി വലിച്ചെടുക്കും. ചീട ഉണ്ടാക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇതിന് പ്രധാന കാരണം ചീട എണ്ണയിലിട്ടാൽ പൊട്ടിത്തെറിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഈ രീതിയിൽ ചെയ്താൽ ധൈര്യമായി നിങ്ങൾക്ക് ചീട ഉണ്ടാക്കാം. പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത തീരെയില്ല. അതിന് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഉരുട്ടിയ ചീടയിൽ ഒരു സ്റ്റിക്ക് കൊണ്ട് കുത്തി കൊടുക്കുക. ഇനി നമ്മൾക്ക് ചീട പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായോ എന്നറിയാൻ എണ്ണയുടെ മുകളിൽ കൈവച്ച് നോക്കാം. കയ്യിൽ ചൂട് അടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം എണ്ണ പൊരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ചൂടായിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾക്ക് മാവിൽ നിന്നും വളരെ ചെറിയ ഒരു ഉരുള മാവെടുത്ത് എണ്ണയിലേക്ക് ഇട്ടാൽ മാവ് എണ്ണയുടെ അടിയിൽ പോയി പെട്ടെന്ന് മുകളിലേക്ക് പൊന്തി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം എണ്ണ ചൂടായി എന്ന്. ആദ്യം ഒരു ചീട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചീട പൊട്ടിത്തെറിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ചൂടായ എണ്ണയിലേക്ക് ചീടകൾ ഇട്ട് കൊടുക്കുക. ഒരേ സമയം നമ്മുടെ പാനിൻ്റെ വലിപ്പത്തിനും ഒഴിക്കുന്ന എണ്ണയ്ക്കുമനുസരിച്ച് കൂടുതൽ ചീടകൾ ഇട്ട് കൊടുക്കാം. ചീടകൾ ഇട്ടതും ഇളക്കാതെ 1 മിനിറ്റിനു ശേഷം ഇളക്കി മറിച്ചിടാം. ചീടകൾ ഇട്ടുകഴിഞ്ഞാൽ ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം ചീടകൾ പൊരിച്ചെടുക്കുവാൻ. നല്ല ക്രിസ്പി ചീടകൾ കിട്ടണമെങ്കിൽ സിമ്മിൽ സാവകാശം പൊരിച്ചെടുക്കണം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് പൊരിക്കുക. എണ്ണയുടെ പത അടങ്ങിയാൽ ചീടകൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇങ്ങനെ എല്ലാ ചീടകളും ചുട്ടെടുക്കുക. അങ്ങനെ നമ്മുടെ ചീടകളെല്ലാം റെഡിയായിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് തട്ട എന്ന പലഹാരമാണ്. തേങ്ങാവട പോലെയാണെങ്കിലും തട്ടയിൽ തേങ്ങ ചേർക്കാറില്ല. ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ചല്ലടിയിലേക്ക് 1 കപ്പ് അരിമാവ് നമ്മൾ വറുത്ത് വെച്ചത് എടുക്കുക. ഇതിലേക്ക് പൊരികടല പൊടിച്ച് വെച്ചത് 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉഴുന്നുമാവ് കൂടി ചേർക്കുക. ഇനി 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇവ ചലിക്കുക. ചലിച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കായപ്പൊടി, കറിവേപ്പില പൊടിയായി അരിഞ്ഞത്, 20 മിനിറ്റ് കുതിർത്ത 1 സ്പൂൺ കടലപ്പരിപ്പ്, 1 സ്പൂൺ ചൂടായ എണ്ണ എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി അല്പാൽപമായി വെള്ളം ചേർത്ത് സോഫ്റ്റായി കുഴച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കുഴയ്ക്കുക. കുഴച്ച മാവിൽ നിന്നും നെല്ലിക്ക വലിപ്പത്തിൽ മാവെടുത്ത് ഉരുട്ടി വയ്ക്കുക. ഇങ്ങനെ ചെയ്താൽ പരത്താൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കുഴച്ചു വെച്ച മാവ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പരത്തുന്നതെങ്കിൽ മാവ് ഡ്രൈ ആകാതിരിക്കാൻ അടച്ചു വയ്ക്കുക. കുഴച്ച മാവിൽ നിന്നും ഒരു ചെറിയ ഉരുള മാവെടുത്ത് എണ്ണ പുരട്ടിയ പാൽ കവറിൽ വെച്ച് ഒരു പാത്രം കൊണ്ട് അമർത്തുക. നല്ല നൈസായി ഇങ്ങനെ തട്ടകൾ പരത്തുക. ഇത് എണ്ണയിലിട്ടാൽ പൊള്ളി വരാതിരിക്കാൻ ഒരു ഫോർക്ക് കൊണ്ട് കുത്തുക. ഇങ്ങനെ മാവിൽ നിന്നും എല്ലാ ഉരുളകളും ഉരുട്ടിയെടുക്കുക. അതിനുശേഷം പരത്തി ഫോർക്ക് കൊണ്ട് കുത്തിവെക്കുക. പരത്തിയ തട്ടകൾ ഒരു തുണിയിൽ ഇട്ട് കൊടുക്കാം. അധികമുള്ള ജലാംശം പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഇത് പൊരിച്ചെടുക്കാം. ഗ്യാസ് കത്തിച്ച് നമ്മൾ ചീട വറുത്തെടുത്ത എണ്ണ വയ്ക്കുക. നമ്മൾ ചീട വറുത്തെടുത്ത എണ്ണയിൽ തന്നെയാണ്
ഇതും പൊരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നായി ഇട്ട് കൊടുക്കുക. മാക്സിമം 4 എണ്ണം നമ്മൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഗ്യാസ് സിമ്മിൽ വെച്ച് നല്ല ക്രിസ്പി ആകുന്നത് വരെ 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് പൊരിക്കുക. ഇങ്ങനെ എല്ലാം പൊരിച്ചെടുക്കുക. നമ്മുടെ കൃഷ്ണാഷ്ടമി സ്പെഷ്യൽ തട്ടെ തയ്യാർ. തമിഴ്നാട്ടിൽ അഷ്ടമി രോഹിണിക്കുണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. നല്ല ക്രഞ്ചി തട്ടെ എയർ ടൈറ്റായി സൂക്ഷിച്ചാൽ 1 മാസത്തോളം ഉപയോഗിക്കാം. ഇടവേളകളിൽ ചായക്കൊപ്പം കഴിക്കാവുന്ന നല്ലൊരു സ്നാക്കാണിത്. അടുത്തത് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പമാണ്. ഇതിനൊരു മിക്സി ജാറിൽ 1/2 കപ്പ് പൊടിച്ച ശർക്കരയും 1 പഴം നുറുക്കിയതും 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കയും 1 നുള്ളു ഉപ്പും ചേർത്ത് നല്ലപോലെ അരയ്ക്കുക. അരച്ച മിശ്രിതം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. പഴത്തിന് പകരം ഗോതമ്പ് മാവ് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് 1/2 കപ്പ് അരിമാവ് കൂടി ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറക്കാത്തതോ ഏത് അരിമാവ് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കലക്കി വയ്ക്കുക. ഒന്നുകിൽ 3 മണിക്കൂർ പുളിപ്പിച്ചതിന് ശേഷം ചുടാം, അല്ലെങ്കിൽ ആപ്പസോഡ ചേർത്ത് ഉടനെ ചുടാവുന്നതാണ്. അപ്പത്തിന് ഒഴിച്ചുകൂടാനാവാത്ത തേങ്ങയും എള്ളും നെയ്യിൽ മൂപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് അപ്പം ചുട്ടെടുക്കാം. ഉടനെ ചുടുന്നത് കൊണ്ട് ആപ്പസോഡ ചേർത്താണ് അപ്പം ചുടുന്നത്. ഗ്യാസ് കത്തിച്ച് അപ്പച്ചട്ടി വയ്ക്കുക. അപ്പച്ചട്ടി ചൂടായാൽ നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒരുവിധം ചൂടായാൽ കുഴിയിലേക്ക് മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഗ്യാസ് സിമ്മിൽ വെച്ച് വേവിക്കുക. എണ്ണയ്ക്ക് പകരം നെയ്യിലും ഇത് ചുട്ടെടുക്കാം. ഒരു വശം മൂത്ത് കഴിഞ്ഞാൽ ഫോർക്കോ സ്പൂണോ കൊണ്ട് മറിച്ചിടുക. ആ വശവും മൂത്ത് വന്നാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമ്മൾ പഴം ചേർത്തുകൊണ്ട് അപ്പം കൂടുതൽ നാൾ സൂക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഉടനെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പഴത്തിന് പകരം ഗോതമ്പ് മാവോ മൈദാ മാവോ യൂസ് ചെയ്യുക. ഇങ്ങനെ എല്ലാ അപ്പവും ചുട്ടെടുക്കുക. നല്ല സോഫ്റ്റ് അപ്പവും കണ്ണന് നിവേദിക്കാൻ തയ്യാറായി. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് മുള്ളുമുറുക്കാണ്. നമ്മൾ കൈമുറുക്കിന് തയ്യാറാക്കിയ അതേ മാവ് കൊണ്ടാണ് മുള്ളുമുറുക്ക് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ ആദ്യം തുണിയിൽ പരത്തി വയ്ക്കാം. എന്നിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ചൂടായ എണ്ണയിലിട്ടതിന് ശേഷം ഗ്യാസ് സിമ്മിൽ വെച്ച് നല്ല ക്രിസ്പി ആവുന്നത് വരെ 2 സൈഡും തിരിച്ചും മറിച്ചുമിട്ട് എണ്ണയുടെ പത അടങ്ങുന്നത് വരെ വേവിച്ച് കോരിയെടുക്കുക. അല്ലെങ്കിൽ ചൂടായ എണ്ണയിലേക്ക് ഡയറക്റ്റായി പിഴിയാം. മുറുക്ക് എണ്ണയിലേക്ക് പിഴിയുമ്പോൾ കൈ കുറച്ച് മുകളിലേക്ക് ഉയർത്തി മുറുക്ക് പിഴിയുക. അല്ലെങ്കിൽ കൈയിലേക്ക് ചൂടടിക്കും. ഇങ്ങനെ എല്ലാ മുറുക്കും എണ്ണയിൽ പിഴിഞ്ഞ് 2 വശവും നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചുമിട്ട് പൊരിക്കുക. സിമ്മിൽ വെച്ച് വേണം മുറുക്ക് വേവിച്ചെടുക്കുവാൻ. എന്നാലേ നല്ല ക്രിസ്പി മുറുക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ കണ്ണന് നിവേദിക്കാൻ എല്ലാ വിഭവങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണന് ഭക്തിപൂർവ്വം ഈ വിഭവങ്ങൾ നമ്മുടെ ഉണ്ണിക്കണ്ണന് സമർപ്പിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗോകുലാഷ്ടമി ആശംസകൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.